നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ഡിസംബർ മാസം 30-ാം തീയതി 1201 ആണ്ട് ധനുമാസം 15-ാം തീയതി ചൊവ്വാഴ്ച. ഇന്ന് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രം പൊതുവേ ശുഭനക്ഷത്രമല്ല, നമുക്ക് ശുഭകാര്യങ്ങൾക്ക് എടുക്കുന്ന നക്ഷത്രമല്ല. അതുകൊണ്ട് ഇന്നത്തെ നക്ഷത്രം നല്ലതല്ല. പക്ഷേ ഇന്നത്തെ ആഴ്ച ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ച ഒട്ടുമേ കൊള്ളൂല, ശത്രു ദിവസമാണ് ചൊവ്വാഴ്ച. അതുകൊണ്ട് ശുഭ കാര്യങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒഴിവാക്കാൻ പറ്റുമോ ഒഴിവാക്കുന്നതാണ് നല്ലത്. ശത്രുഗ്രഹമാണ് ചൊവ്വ. അപ്പോൾ ചൊവ്വ ശത്രുഗ്രഹമാണ്. അപ്പോൾ ചൊവ്വയുടെ ബന്ധം നിൽക്കുന്ന ദിവസമാണ് ഇന്ന്. അതുകൊണ്ട് പ്രധാനമായിട്ട് ശത്രു ഭയം ഉണ്ടാവുക. അപ്പോൾ മേലുദ്യോഗസ്ഥരുമായിട്ട് സംസാരിക്കുന്നിടത്ത് നമ്മൾ അല്ലെങ്കിൽ വല്ല കോൺട്രാക്ടർമാരുമായിട്ടും ഒക്കെ സംസാരിക്കുന്നിടത്തൊക്കെ വളരെ സൂക്ഷിക്കണം. ചെറിയ ചെറിയ കാര്യങ്ങളിൽ ചെറിയ ചെറിയ വാക്കുകളുടെ മിസ്റ്റേക്ക് കൊണ്ട് നമുക്ക് പലതും നഷ്ടപ്പെട്ടു പോകാൻ ഇടവരും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചായിരിക്കണം ഓരോ കാര്യങ്ങൾ സംസാരിക്കാൻ. അതിന് ഒപ്പം തന്നെ വാഹനം ഓട്ടിക്കുന്നിടത്ത് സൂക്ഷിക്കണം. വാഹനങ്ങൾ ചെറിയ അപകടങ്ങൾ വരാം, അതുപോലെ തീപ്പൊള്ളലേക്കാം. ഇതൊക്കെ സൂക്ഷിക്കണം. നിങ്ങൾക്ക് ഒരു ദിവസത്തെ കാര്യമാണ് ഞാനീ പറഞ്ഞത്. പക്ഷേ ധനുമാസത്തിലെ ഭരണി നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് നമ്മൾ ഒരു വർഷത്തെ ഫലത്തെയാണ്. അതുകൊണ്ടാണ് അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണേ. എപ്പോഴും ബർത്ത്ഡേ ദിവസം വാർഷിക ഫലത്തെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം നമുക്ക് കൊണ്ടുപോകാൻ, വളരെ സൂക്ഷിച്ച് കൊണ്ടുപോകണം. കാരണം എന്തൊക്കെ ഉണ്ടാവാം? സർജറിക്ക് വിധേയമാവാം, ആക്സിഡൻ്റ് ഉണ്ടാവാം, രോഗാതുരിതങ്ങൾ ഉണ്ടാവാം, ശത്രുക്കളുടെ ഭയം കൂടും, കേസ് വഴക്കുകൾ വരാം. അതുപോലെ ഭൂമിയുമായി ബന്ധപ്പെട്ട് പ്രശ്നം. അപ്പോൾ ഭൂമിയുമായി ക്രയവിക്രയങ്ങളിൽ ഏർപ്പെട്ട് നിൽക്കുന്നവർ കൂടുതൽ സൂക്ഷിക്കണം. അപ്പോൾ നമുക്കിതൊന്നും വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? നമുക്ക് ഇത്തരം ദോഷങ്ങൾ ഇന്നത്തെ ദിവസം വന്നു ബർത്ത്ഡേ, നമുക്ക് ബർത്ത്ഡേ മാറ്റി വയ്ക്കാനൊന്നും പറ്റത്തില്ല. അപ്പം നമുക്കിതിൽ നിന്ന് എങ്ങനെ അതിജീവിച്ച് പോവാം? അതിനു വേണ്ടി നമുക്ക് ചെയ്യേണ്ടത് ശരിക്ക് ചൊവ്വയെ പ്രീതിപ്പെടുത്തുക എന്നതാണ്. ചൊവ്വയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ചൊവ്വയ്ക്കായിട്ട് ക്ഷേത്രങ്ങളില്ല. നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ചൊവ്വയ്ക്ക് സെപ്പറേറ്റ് ക്ഷേത്രം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അവിടെ പോയി ചൊവ്വയ്ക്ക് പരിഹാരം ചെയ്താൽ മതി. ഈസി വേയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. അതിന് പരിഹാരം ചെയ്യാൻ പറ്റാത്തിടത്തോളം കാലം ചൊവ്വയുടെ ദേവനായ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രീതിപ്പെടുത്തുകയേ വഴിയുള്ളൂ. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രീതിപ്പെടുത്തണം. സുബ്രഹ്മണ്യ സ്വാമിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി മുരുകക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ഭസ്മാഭിഷേകം, പഞ്ചാമൃത അഭിഷേകം, അർച്ചന ഇവയാദങ്ങളിൽ നടത്തുക. അതുപോലെ ശ്രീമുരുക യന്ത്രം മഹാമൃത്യുഞ്ജയ യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ ധരിക്കണം. ഇത് ദേഹത്ത് ധരിക്കുകയോ പേഴ്സിൽ വയ്ക്കുകയോ നമ്മളെ ബാഗിൽ സൂക്ഷിക്കുകയോ ചെയ്യുക. നമ്മളെ കൂടെ ഈ ഒരു വർഷം ഉണ്ടാവണം. എവിടെ പോയാലും നമുക്കൊരു പ്രൊട്ടക്ഷനായിട്ട് ഉണ്ടാവണം. ഇത് ചെയ്തു പോകുമ്പോൾ നമുക്കൊരു 50% ദോഷവും നമുക്ക് ഈ പരിഹാരത്തിലൂടെ മാറ്റിയെടുക്കാം. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് പോകുമ്പോഴും രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും. രാഹുകാല സമയം ഉച്ചയ്ക്ക് ശേഷമാണ്. 3 തൊട്ട് 4:30 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 3:18 തുടങ്ങുകയുള്ളൂ. 4:44 വരെ രാഹുകാല സമയമുണ്ട്. ഈ സമയം ശുഭയാത്രയ്ക്ക് എടുക്കരുത്. ഉച്ചയ്ക്ക് ശേഷം ആയതുകൊണ്ട് നമ്മൾ രാവിലെ ഓരോ കാര്യത്തിന് ഇറങ്ങും. എന്നാലും ഈ സമയത്ത് ദൂരയാത്രയോ മറ്റ് ശുഭകാര്യങ്ങൾക്കോ ഇറങ്ങരുത്. അതുപോലെ 2 സമയങ്ങൾ, ഗുളികകാല സമയവും യമകണ്ഠ കാല സമയവും ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. ഗുളികൻ്റെ ബന്ധം നിൽക്കുന്ന സമയം 12:27 തൊട്ട് 1:53 വരെയും യമകണ്ഠ കാല സമയം ശരിക്ക് 9:36 തൊട്ട് 11:01 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. അതുപോലെ ഇന്നും നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വരികയാണെങ്കിൽ മാത്രം നമുക്ക് അഭിജിത്ത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കണം. അഭിജിത്ത് മുഹൂർത്തം 12:03 തൊട്ട് 12:51 വരെ ഉണ്ട്. ഇതിന് 48 മിനിറ്റിനകത്ത് ഇടയ്ക്കൊരു 4 മിനിറ്റ് നേരം നമുക്കൊരു ശുഭകാര്യത്തിന് എടുക്കാൻ പാടില്ല. മധ്യസമയം, അതായത് 12:25 തൊട്ട് 12:29 വരെ. ബാക്കി സമയം
44 മിനിറ്റും നമുക്ക് എന്തെങ്കിലും കാര്യം, കാരണം ഒരു പ്രത്യേക കവചം, പ്രത്യേക പോസിറ്റീവ് കവചമുള്ള സമയമാണ്. നമുക്ക് എന്തെങ്കിലും കാര്യം ചെയ്തേ പറ്റുള്ളൂ എങ്കിൽ ഈ സമയം യൂസ് ചെയ്യുക. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. ഇത് ഇറങ്ങുമ്പോൾ മാത്രമല്ല, വീട്ടിൽ നിൽക്കുമ്പോഴും. കാരണം ചൊവ്വയുടെ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് വരാനും ചൊവ്വയുടെ നെഗറ്റീവ് നമ്മളിൽ നിന്ന് മാറാനുമായിട്ട് വസ്ത്രധാരണത്തിന് ശക്തിയുണ്ട്. ചുവപ്പ് വസ്ത്രമോ ചുവന്ന മിക്സ് ആയിട്ടുള്ള വസ്ത്രമോ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ചൊവ്വ ഭഗവാന്റെ അനുഗ്രഹത്താൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.